Hi everyone, this is Abin from Evika. നമ്മൾ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ് ആൻഡ് ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയും നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. നമ്മുടെ ആദ്യത്തെ ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മെയ് 6-ാം തീയതിയായി. മെയ് 7-ാം തീയതി ഞായറാഴ്ച ഞാൻ നമ്മുടെ ആപ്പിൾ ന്യൂസ് റിലീസ് ചെയ്യും. മെയ് 5-ാം തീയതി ആയപ്പോഴത്തേക്കും ഇൻ്റർനെറ്റിലും ട്വിറ്ററിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു കാര്യമാണ് നമ്മുടെ WWDC 2023 എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു കീട്ടേ. നമ്മുടെ ആപ്പിളിൻ്റെ ഒരു ഇവൻറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കി കാണുന്ന ഒരു ഇവൻ്റാണ് WWDC എന്ന് പറയുന്നത്. ഐഫോണിലെ പുതിയ പുതിയ അപ്ഡേഷൻ എന്തായിരിക്കും, iOS, WatchOS, macOS, tvOS, HomePodOS, പിന്നെ ചിലപ്പോൾ നമ്മളെല്ലാവരും കരുതുന്ന പോലെ ആപ്പിളിലെ ഒരു AR/VR ഹെഡ്സെറ്റ്, അതേപോലെ അതിൻ്റെ XROS പറഞ്ഞ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൻ്റെ WWDC 2023. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ എന്തൊക്കെ ഉണ്ടാകും, അതേപോലെ ആ ഒരു ഇവൻറ്റിൽ നമുക്ക് ഏതൊക്കെ പുതിയ സോഫ്റ്റ്വെയറിൻ്റെ എൻഹാൻസ്മെൻറ്റ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഇനി കുറച്ച് നാൾക്കുള്ളിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ന്യൂസും iOS 16 പറ്റിയാണ്. iOS 16.4.1a ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ റാപ്പിഡ് സെക്യൂരിറ്റി എന്ന സോഫ്റ്റ്വെയർ ആപ്പിൾ റിലീസ് ചെയ്തു. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു കൂട്ടുകാരൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. iPhone 13 Proൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതേപോലെ പണി കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ ചില സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും ഞാൻ പറയാറുണ്ട്, ഒരു OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ചാടിക്കറി ഇൻസ്റ്റാൾ ചെയ്യരുത്. ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്കൊക്കെ ലഭിച്ച് ഓക്കെ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. കാരണം പേഴ്സണലി ഞാൻ പറയും iOSൽ ഏറ്റവും വേഴ്സായ ഒരു OS ആണ് iOS 16. അപ്പം നിങ്ങൾ നോക്കി കണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് അത്രയും കാശ് കൊടുത്തിട്ട് നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത ന്യൂസും ഇത്രയും കാശ് കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെ റിലേറ്റഡ് ആണ്. നമ്മുടെ EUൻ്റെ ഒരു പുതിയ നിയമം ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ EU അഥവാ യൂറോപ്യൻ യൂണിയനാണ് നമ്മൾ കുറേയധികം ഐഫോൺ മാറ്റങ്ങളിൽ ഒരു എന്താ പറയുക ടോപ്പ് ഓഫ് ദ ലൈനിൽ നിൽക്കുന്നത്. ആദ്യം അവർ പറഞ്ഞു ഐഫോണിൽ നമുക്ക് USB-C വേണമെന്ന്. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. പിന്നീട് അവർ പറഞ്ഞു സൈഡ് ലോഡിങ് വേണമെന്ന്. അത് പേഴ്സണലി എനിക്കിഷ്ടമല്ല. കാരണം സൈഡ് ലോഡിങ് വന്നാൽ നമ്മുടെ ആ ഒരു ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസിൽ നമുക്കൊരു ആൻഡ്രോയിഡ് ഡിവൈസ് പോലെ ഫീൽ ചെയ്യും. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു യൂസറെ സംബന്ധിച്ച് ചിലപ്പോൾ അത് നല്ലതായിരിക്കാം. കാരണം എന്താണ്, നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടാത്ത പല ആപ്പുകളും നമുക്ക് ഗൂഗിളിൽ കയറി അതിൻ്റെ ഒരു IPA നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് യൂസേഴ്സും ഐഫോണോട് എന്താ ബന്ധം അല്ലെങ്കിൽ എന്താ ഒരു വ്യത്യാസം തോന്നുന്നത്? നമ്മുടെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് എക്കോണമി വിത്ത് കുറേ ഒരു പ്രൈവസി ഷീൽഡ് അല്ലെങ്കിൽ പ്രൈവസി വോൾ എന്നൊക്കെ പറയുന്ന ഒരു സൈക്കോളജിക്കൽ തിങ്കിങ് ഇതിന് നമുക്കുണ്ട്. ഈ പറഞ്ഞ പോലെ സൈഡ് ലോഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ കുറേയധികം പ്ലോട്ട് വെയർസ്, കുറേയധികം വൈറസുകൾ എല്ലാം നമ്മുടെ ഡിവൈസിലേക്ക് വരും. നമ്മുടെ പ്രൈവസി ഇൻക്ലൂഡ് ആകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ പുറകിൽ. അപ്പോൾ അത് എനിക്കിഷ്ടമല്ല പേഴ്സണലി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമ്മുടെ വീഡിയോ തൊട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആപ്പിൾ അത് കേട്ടു. iPhone 15 Pro സീരീസിലും നോൺ പ്രോ സീരീസിലും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത് USB-C ആണ്. പക്ഷേ ആപ്പിൾ അവിടെ MFI എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചു. അതായത് മെയ്ഡ് ഫോർ ഐഫോൺ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ ഒരു ചിപ്പോ വെച്ചിട്ട് ഐഫോണിൻ്റെ ചാർജർ അല്ലെങ്കിൽ ഐഫോൺ പ്രൊവൈഡ് ചെയ്യുന്ന 15 പ്രൊവൈഡ് ചെയ്യുന്ന ആ സെയിം ചാർജർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ആ ഒരു സ്പീഡും ഡാറ്റ ട്രാൻസ്ഫറിങ് കിട്ടുള്ളൂ. പക്ഷേ EU പറഞ്ഞു അങ്ങനെയല്ല, ഏത് തേർഡ് പാർട്ടി USB-C കുത്തിയാലും സെയിം ചാർജിങ് സ്പീഡും ഡാറ്റ ട്രാൻസ്ഫറിങ് വേണം. അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരു യൂസറിന് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. പേഴ്സണലി ഞാൻ ആ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുന്നത്. കാരണം ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ
നമ്മുടെ ഡിവൈസിൻ്റെ ചാർജർ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ എടുക്കാൻ മറന്നുകയോ ചെയ്യുക. അപ്പോൾ നമ്മൾ കരുതും USB-C അല്ലേ, കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു OnePlusൻ്റെയോ റിയൽമിയുടെയോ ഷവമിയുടെയോ ഏതോ ആയിക്കോട്ടെ, ആ ഒരു USB-C കുത്തിയിട്ട് 1 മണിക്കൂർ കൊണ്ട് 1, 2, 3% കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 1 മണിക്കൂർ കളഞ്ഞതിൻ്റെ ഒരു വേർത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ ഒരു കാര്യം കുറച്ചും കൂടെ സെൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ ആപ്പിൾ ചെയ്തില്ലെങ്കിൽ 2024 ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ആപ്പിളിന് പെനാൾട്ടി ഇറക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആപ്പിളിന് 2 ഓപ്ഷൻ ആയിരിക്കും. ഒന്ന്, ആ ഒരു പോർട്ട് എടുത്ത് അങ്ങ് കളയുക, കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ മാക്സേഫ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ EUവിൻ്റെ ആ ഒരു പോളിസി ആപ്പിൾ അക്സെപ്റ്റ് ചെയ്യുക. ഈ 2 വഴിയാണ് ആപ്പിളിന് ഇനി മുമ്പിലുള്ളത്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ChatGPTയുടെ ഒരു കാര്യമാണ്. ഈ അടുത്ത് നമ്മുടെ ടിം അണ്ണൻ പറഞ്ഞൊരു കാര്യമാണ്, AI എന്ന് പറയുന്നത് കുറേയധികം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിറി ആണെങ്കിൽ പോലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറേയധികം കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം അപ്ഡേറ്റ് ചെയ്യാൻ. അതായത് ആപ്പിൾ സിറിനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും കുറേയധികം കാര്യങ്ങൾ നോക്കിയിട്ട് വേണം സോർട്ട് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലൈഫിൽ അത് പ്രശ്നം വരുത്താൻ ചാൻസ് ഉണ്ട്. ശരിയാണ്, നമ്മുടെ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് AI കൊണ്ട് തന്നെയാണ്. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി വരെയുള്ള കുറേ ആക്ടിവിറ്റീസും റൂട്ടീൻസും ചെയ്യുന്നത് AI ആണ്. നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് AI ആണ്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും AI സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ നമ്മൾ കുറേ ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ChatGPT മാത്രമല്ല, നമ്മൾ ഹ്യൂമൻ ബ്രെയിൻ ഡിപ്പെൻഡ് ചെയ്യുക, കുറേയധികം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറക്കണം, ചവിട്ടി താത്തണം എന്ന് പറയില്ല, അതിൻ്റെ യൂസേജ് കുറച്ചൊന്ന് കമ്മിയാക്കുക, നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുക. നമ്മളല്ലേ പവർ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ AI കൊണ്ടുവരുമ്പോൾ കുറേയധികം കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാണെന്ന് ടിമ്മണ്ണം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ iPhone 15 ഒരു റോസ് ഗോൾഡ് എഡിഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ഐഫോണിൽ റെഡ് കളർ ഉണ്ടാവുന്നതാണ്, ഇപ്പോൾ റോസ് ഗോൾഡായി. പക്ഷേ പേഴ്സണലി എൻ്റെ ഇഷ്ടപ്രകാരം ഐഫോണിൽ റെഡ് കളർ വന്നാൽ പ്രോ സീരീസിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു ഡിവൈസിലേക്ക് കുറച്ചധികം ചായ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് നമ്മുടെ വീഡിയോയുടെ താഴത്ത് നിന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറയുന്നത് വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളൊരു എംപ്ലോയിന് ടിപ്പ് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ആ ഒരു കാര്യം നടന്നു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താണ് ഗുണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഒരു എംപ്ലോയർ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഹോസ്പിറ്റാലിറ്റി, നിങ്ങൾക്ക് തരുന്ന ആ ഒരു കെയർ, നിങ്ങൾക്ക് തരുന്ന ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ഒരു എംപ്ലോയിക്ക് ടിപ്പ് കൊടുക്കാം. പക്ഷേ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ അവർ നമുക്കാണ് കാശ് തരേണ്ടത്. കാരണം 1.5 ലക്ഷത്തിൻ്റെയും 1 ലക്ഷത്തിൻ്റെയൊക്കെ സാധനം എടുക്കുമ്പോൾ എന്നാൽ ചേട്ടാ കുഴപ്പമില്ല, ഒരു 100 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് അവർ പറയില്ല. നമ്മൾ പിന്നീട് ഇത്രയും കാശ് കൊടുത്തെടുത്തത് നമ്മൾ അവർക്ക് പിന്നെയും ടിപ്പ് കൊടുക്കണമെന്ന്. ഞാൻ കൊടുക്കില്ല, കാശില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കാശുണ്ടാക്കണ്ട. ഇനി ആപ്പിളിന് ടിപ്പും കൂടെ കൊടുത്തിട്ട് അവർ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 ട്രില്യൻ്റെ ലോകത്തെ ഏറ്റവും കമ്പനിയല്ലേ, അതൊക്കെ മതി, അത്യാവശ്യം നല്ല കാശുണ്ടാക്കണ്ടേ. അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ആപ്പിൾ വാച്ച് ഒരു ലൈഫും കൂടെ സേവ് ചെയ്തെന്ന് ഞാൻ പ്രൗഡ്ലി പറയും. എല്ലാവരും ഇപ്പോൾ താഴത്ത് പറയും ചിലപ്പോൾ എല്ലാ സ്മാർട്ട് വാച്ചും അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എക്സ്ക്ലൂസീവ്ലി ആപ്പിൾ പറയുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ആപ്പിൾ വാച്ച് ഈ ഒരു ലേഡിയുടെ ജീവൻ രക്ഷിച്ചു. ഒരു മെഡിക്കൽ ടൈമാണ്, അത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. റപ്ചർഡ് അയോട്ട അല്ലെങ്കിൽ അങ്ങനെ എന്താണ് സംഭവത്തിൻ്റെ പേര്. ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ആപ്പിൾ വാച്ച് യൂസ് ചെയ്ത് ഈ ഒരു പെൺകുട്ടി അവരുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചു. ആ ഫ്രണ്ട്സ് ഹോട്ടലിൽ വന്നപ്പോഴത്തേക്കും പെൺകുട്ടി അദ്ദേഹം സിക്കായിട്ടും അതേപോലെ പ്രശ്നം കൊണ്ട് കിടക്കായിരുന്നു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെണ്ണിൻ്റെ ലൈഫ് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. അപ്പോൾ ആപ്പിൾ വാച്ച് ഇതേപോലെ കുറേ ലൈഫ് സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആപ്പിൾ വാച്ച് അൾട്ര റിലീസ് ചെയ്തപ്പോഴത്തേക്കും ഹൈക്കിങ്ങിന് പോയ ഒരു ടീമിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയത് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് അൾട്രയിലുള്ളതാണ്. അപ്പോൾ ആപ്പിൾ വാച്ച് അൾട്ര കാരണം ഒരു ജീവൻ കൂടെ രക്ഷപ്പെട്ടു എന്ന് നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ പ്രൗഡായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ ഞാൻ സംസാരിക്കാൻ നിങ്ങളായിട്ട് താല്പര്യപ്പെട്ടു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നുപോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം വളർന്നുകൊണ്ടിരിക്കുന്ന ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്.
അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ടതാത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.